എൻ്റെ മടി ഉണ്ടല്ലോ. Hey guys, welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനേ ഒന്ന് റെഡി ആയിട്ട് വരാം. ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മൾ എല്ലാ ആഴ്ചയും മുടങ്ങാതെ കൊണ്ടു നടക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതായത് നമ്മുടെ വീക്ക്ലി ഷോപ്പിംഗ്. അപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡിയായി വന്നതാണ്. ഈ ടോപ്പ് ഞാൻ ലാസ്റ്റ് ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആജിയോ എന്ന് എടുത്തതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് ആജിയോ കിട്ടുന്നില്ല. ഇവിടെ ആജിയോ കിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഐ എം സോ സോറി. ബട്ട് ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ബെൽറ്റൊക്കെ ഇടുവാണ്. എനിക്ക് ഈ പാൻറ് എനിക്ക് ചില സമയത്ത് കറക്റ്റ് ആയിരിക്കും, ചില സമയത്ത് ലൂസായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇന്ന് കുറച്ച് ലൂസായിരുന്നു ഇട്ടപ്പോൾ. അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ് കഴിഞ്ഞു. ഇനി എന്താ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിപ്പ് ലൈനർ ഇടുന്നുണ്ട്. എനിക്ക് ആദ്യമൊന്നും ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നൊരു പതിവില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ അത് ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. ലിപ്പ് ലൈനർ ഇടാതെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എന്തോ ഒരു മിസ്സിങ് ഫീലാണ്. ശരിക്കും രണ്ടും കൂടി വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടുന്നത്. പിന്നെ ഞാൻ എന്താ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഡിഫറൻസ് തോന്നില്ലേ, അതാണ്. ഇല്ല. ആണെങ്കിൽ ഞാൻ റെഡിയാവുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പിന്നെ അശി റെഡിയായിട്ട് പിന്നെയും കുറേ സമയം എന്നെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ബോറടിച്ചിരിക്കേണ്ടി വരും. അതിലും നല്ലത് ലാസ്റ്റ് നിമിഷം അശിക്ക് റെഡിയാൻ മതിയല്ല. അവർക്ക് പിന്നെ എത്ര സമയമല്ലേ വേണ്ടൂ, വെറുതെ അവർക്ക് എന്താ ഒരു ഷർട്ടും പാൻറ്റും ഇടണം അത്ര തന്നെ. നമ്മളെപ്പോലാണോ അല്ലേ ഗേൾസ്? നമുക്കല്ലേ പണി മുഴുവൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഷെയ്ഡ്? എനിക്ക് ചേരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, കൊള്ളാൻ തോന്നുന്നു. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് കെട്ടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഇനി അശീനെ വെറുതെ എന്താ അശീൻ്റെ വായിലിരിക്കുന്ന കേൾക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ മുടി കെട്ടിയില്ല, ഒരു ഹെയർ ബോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങാണ്. ഫസ്റ്റ് എസ്താൻ മാളിൽ പോകണം. അവിടുന്ന് ഒരു സാധനം, അവിടെ നിന്നാണ് മെയിനായിട്ടൊരു സാധനം വാങ്ങിക്കാനുള്ളത്. പിന്നെ വേറെ 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ട്. കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ, നല്ല ചൂട് കാറ്റാണ്. അങ്ങനെ വണ്ടിയിൽ കയറുമ്പോഴാണെങ്കിൽ ഒടുക്കത്തെ ചൂട്, എൻ്റെ പൊന്നേ, ഇരിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പിന്നെ കുറച്ച് സമയം AC ഒക്കെ ഇട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഇതാ വൈകിട്ട് സൂര്യൻ ചേട്ടനൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി ഏത് നേരത്താണ് തിരിച്ച് വീട്ടിലെത്താന്നറിയില്ല. ഇതാരാന്നറിയോ നിങ്ങൾക്ക്? എനിക്കും അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും എസ്താൻ മാളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതാ അകത്തോട്ട് കയറി. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലോട്ടാണ്. അവിടെ നിന്നാണ് എനിക്ക് മെയിനായിട്ടൊരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ട്രെയിനൊക്കെ വരുന്നുണ്ടല്ലോ, എനിക്കും കയറണമെന്നുണ്ടായിരുന്നു. ബട്ട് കേട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മളിതാ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് എനിക്ക് ബോഡി ലോഷൻ എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ലോഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ലോഷനൊന്നും ഇല്ലാതെ പറ്റണില്ല ഗൈസ്, എന്താണെന്നറിയില്ല. യൂസ് ചെയ്ത് എൻ്റെ ചർമ്മം ഇതുമായിട്ട് അങ്ങോട്ട് സെറ്റായിപ്പോയിന്ന് തോന്നുന്നു. ഇതില്ലാണ്ട് ഇപ്പം പറ്റണില്ല. വലിയ പരിഷ്കാരി, എന്താണെന്നറിയില്ല, കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇത് കൂടിയേ തീരൂ, ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ തീരുമ്പം വന്ന് വാങ്ങിക്കും. അങ്ങനെ ഞാൻ കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇല്ല, കുറേ ഒന്നും ട്രൈ ചെയ്യില്ല. എനിക്കൊന്ന് ഇത്തവണ ഞാനൊരു
3 എന്തോ ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ല് കിട്ടി കേട്ടോ. സാധാരണ ഞാൻ വന്നിട്ട് കുറേ അധികം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം എന്താ പറയുക 100% ഇഷ്ടപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല, എന്നാലും ഒരു 80% ഇഷ്ടത്തോടെ ഒരെണ്ണം എടുക്കും. ബട്ട് ഇത്തവണ അങ്ങനെയല്ല കേട്ടോ. ഇത്തവണ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ല് തന്നെ പെട്ടെന്ന് കിട്ടി. എനിക്കൊന്നൊരു 3ാമത്തെ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അശ്വിയും ഒരെണ്ണം എടുത്തു. പിന്നെ അവിടെ നിന്ന് ടോട്ടൽ 3 ലോഷൻ എടുത്തു കേട്ടോ. അപ്പോൾ എനിക്കും അശ്വിക്കും പിന്നെ അമ്മയ്ക്കും കൂടിയാണ് എടുത്തത്. അങ്ങനെ നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് ബില്ലാക്കി. അശ്വി ബോഡി ക്രീമാണ് കേട്ടോ എടുത്തത്, ലോഷനല്ല. അങ്ങനെ അതും എടുത്ത് ഞങ്ങളിതാ അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് സംഭവമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഇങ്ങോട്ട് മെക്ഡൊണാൾഡ്സിനോട്ടാണ് പോയത്. ആദ്യമൊക്കെ ഞങ്ങൾ എപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും മെക്ഡൊണാൾഡ്സ് ആയിരുന്നു കഴിക്കാറ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇതില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ കുറേ കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. ആദ്യമൊക്കെ കഴിച്ച് മടുപ്പായിരുന്നേ. ഇപ്പോൾ പിന്നെ ടീ ടൈമാണ്. ഇപ്പം എനിക്ക് ടീ ടൈം കഴിച്ച് മടുത്തു. അപ്പോൾ ഞാൻ ഇത്തവണ ഞങ്ങൾ മെക്ഡൊണാൾഡ്സിന് ബർഗറാണ് വാങ്ങിച്ചത്. അപ്പോൾ അശ്വിത ബർഗർ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യമേ കിട്ടി, അശ്വിക്ക് 2ാമതാണ് കിട്ടിയത്. അങ്ങനെ നമുക്ക് 2 പേർക്കും കിട്ടി. അപ്പം ഞങ്ങളിതാ കഴിക്കാൻ പോവാണ്. മീലാണ് കേട്ടോ വാങ്ങിച്ചത്. ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു കോളയായിരുന്നു ഞാൻ എടുത്തത്, പിന്നെ ബർഗറും. അപ്പോൾ ഇതാ ഞാൻ കഴിക്കാൻ പോവാണ്. ഇതുപോലുള്ള ഐറ്റംസൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോഴുള്ള പാടെന്താണെന്നറിയോ? അത് നമ്മൾ ഗേൾസിനെ മനസ്സിലാവും. വേറെ ഒന്നല്ല, ലിപ്സ്റ്റിക്ക് തന്നെയാണ് മെയിൻ പ്രശ്നം. വാ തുറക്കുന്നതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി ഇവിടുന്ന് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി നടന്ന സമയം പോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് സ്ഥലം വിടുവാണ്. ഇനി നേരെ എനിക്കൊന്ന് ദോഹ സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ അവിടെ പോകണോ എന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. ബട്ട് ഇവിടുന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറയുമായിരുന്നു കേട്ടോ, ഇവിടുന്ന് ചുറ്റണോ, വെറുതെ സമയം പോക്കണോ, നമുക്ക് ദോഹ സെൻറ്ററിൽ പോകണ്ടേ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ പോകണ്ടെന്ന് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പോകണം. അവിടേക്ക് പോകുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല കേട്ടോ. ഇന്ന് സാധനം വാങ്ങിക്കാനുണ്ട് എന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മുമ്പത്തെ റൂമിൽ ആയിരുന്ന സമയത്ത്, അതായത് മത്തർ കദീമിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ അടുത്താണ്, നമ്മൾ റൂമിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമായിരുന്നു. എനിക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കാൻ ഇഷ്ടമാണ്. ഇനിയിപ്പം നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ചുമ്മാ ഒന്ന് അവിടെ വരെ പോകാമെന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വരുന്ന സമയത്തൊന്നും ഇത്രയധികം ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ നോക്കുകയാണ്. ഈ ഒരു ടൈപ്പ് ക്ലിപ്പ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണല്ലേ. ഇതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നേ. ഞാൻ മുമ്പേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉള്ളത് എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ അവസാനം എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു കപ്പ് കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ കറക്കി നോക്കിയാണ്. പിന്നെ ഈ സംഭവം ഇതെനിക്കിഷ്ടമായി. ഇത് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് കിട്ടുന്നത്. ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ നടന്ന് നമ്മൾ ഫ്ലവർ വേസിൻ്റെ ഒക്കെ അടുത്താണ് എത്തിയത്. അവിടുന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ബോക്സസൊക്കെ കുറേ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അതെവിടെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ ആഴ്ചയും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ലുലുവിൽ. അപ്പോൾ അവിടെ നിന്നും 1-2 സാധനം വാങ്ങിക്കാനുണ്ട്. അത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒയാസിൻ്റെ അടുത്തുള്ള അവിടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്കും അശ്വിക്കും ഞങ്ങൾ 2 പേരും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ലുലു എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എന്താ വാങ്ങിക്കാനുള്ളത് വെച്ചാൽ ഇവിടുന്ന് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വന്നത് 1-2 സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഉണ്ടാവുമല്ലോ. അപ്പം പഴുത്ത മാങ്ങ കണ്ടപ്പോൾ അത് വാങ്ങിക്കണം തോന്നി. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മധുരമുണ്ടാവും തോന്നി. അങ്ങനെ കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മാഷ്മെല്ലോ കഴിക്കണം തോന്നി. അപ്പോൾ അത് വാങ്ങിച്ചു. കഴിക്കുമെന്നൊന്നും അറിയത്തില്ല, എന്തോ കഴിക്കാൻ തോന്നി, അത് വാങ്ങിച്ചു. പിന്നെ പാലെടുക്കണമായിരുന്നു. പാലൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അശ്വിക്ക് പാലെടുത്തു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പാലൊക്കെ എടുത്ത് പിന്നെ ജ്യൂസ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു കയ്യിൽ വീഡിയോ ഉണ്ട്. എനിക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അശ്വിക്ക് ഒരേ നിർബന്ധം, ഞാൻ തന്നെ എടുക്കണം, അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അതെന്നെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. ആയിക്കോട്ടെ, ഞാൻ എടുത്തോളാം, അങ്ങനെയെങ്കിലും എനിക്ക് വീഡിയോ എടുത്തു തന്നല്ലോ എന്ന് ഞാനും പറഞ്ഞു. അശ്വിക്ക് എനിക്ക് വീഡിയോ
വീഡിയോ എടുത്തു തരാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ എന്നെക്കൊണ്ട് അത് എടുപ്പിക്കാനാണെങ്കിലും എനിക്ക് വീഡിയോ എടുത്ത് തന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എക്സ്കലേറ്ററിൽ കയറുന്ന സമയത്ത് എൻ്റെ കൈ പിടിച്ച് കയറാൻ നോക്കി. കാരണം അശ്വിക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് അടിക്കും. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് മുങ്ങിയതായിരുന്നു. അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഷോക്ക് അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ, ഇങ്ങനെയല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ ഇതാക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, അങ്ങനെയല്ല, ഷോക്കല്ലേ, വേറെ ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറി. അതന്നെ വണ്ടീൻ്റെ അടുത്ത് എത്തുന്നത് വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരിക്കൽ എന്നെ അങ്ങനെ പറ്റിച്ച് എൻ്റെ കയ്യിൽ പിടിച്ച് കയറി എനിക്കും കൂടെ ഷോക്ക് അടുപ്പിച്ചതാണ്. ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ നൈസായിട്ട് എസ്കേപ്പ് ആയത്. കുഴപ്പമില്ല, അത് പിന്നെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, സീരിയസ് ആയിട്ടൊന്നും അല്ലായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു 8:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.